ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 8 പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 8 പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 8 പ്ലസിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, HD റെസൊല്യൂഷൻ ആയിരിക്കും വരിക. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, മിക്കവാറും ഫോണിൻ്റെ വില അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും വരിക. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലായിരിക്കും മിക്കവാറും ഈ ഫോൺ വരിക. പിന്നെ ഇതിൽ LCD പാനൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബ്രൈറ്റ്നസ് വരിക 500 nits ആയിരിക്കും. ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ഇതിൽ പഞ്ചോൾ ഡിസൈനും കൂടിയ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക 204 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.95 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ടിംബർ ബ്ലാക്ക്, ഗാലക്സി വൈറ്റ് അതുപോലെ തന്നെ ഷൈനി ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G36 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. ബേസിക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നടന്ന് പോവേണ്ടതാണ്. 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലും ആയിരിക്കും വരിക. അതുപോലെ തന്നെ 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാം ആയിരിക്കും ഈ ഫോണിൽ വരിക. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. Android 13 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. രണ്ടാമത് ഒരു AI ലെൻസും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അതുമാത്രമല്ല 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പം ഫീച്ചേഴ്സ് മാത്രമാണ് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും വിലയുടെ കാര്യത്തിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഈ ഫോണിൻ്റെ വില ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 9000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 8 പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.